സുഖം സാറേ, വായിക്കട്ടെ? സുഖം സാറേ, സാറേ അത് നല്ല പണിയല്ല, എന്നോട് വായിച്ചു തരാൻ പറഞ്ഞിട്ട് ഇരുന്ന് ഉറങ്ങണം. ഇത് എഴുതണ്ടേ ഇത്? ഞാൻ വായിച്ചു തരാം. സാറ് ആ മാസ്ക് ഒന്ന് മുഖത്തൊന്ന് മാറ്റി പറഞ്ഞിട്ട് തിരിയണ്ടേ ഇത്? എൻ്റെ സാറേ, ഇതേ നോക്കിയേ, മാസ്ക് ഞാൻ വെച്ച പോലെ വെക്കണം, ഇങ്ങനെ വെക്കരുത്, അത് കൂടുതൽ അപകടം ഉണ്ടാക്കും. അത് എടുത്തിട്ട് ഇങ്ങനെ വെക്കി. ഉറങ്ങണവർക്ക് എങ്ങനെ വെച്ചാൽ എന്താണ്? അങ്ങനെ വെച്ചില്ലെന്ന് ഓർത്ത് പരാതി വേണ്ട. അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. സാറ് എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. എന്ത് സാറ് ഇത് കളക്ടറേറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ? ഞാൻ പറയാം, സാറ് വൃത്തിയായിട്ട് എഴുതത്. അതിനൊന്നുള്ളൊരു മൂഡിലിടും. എന്താ സാറിൻ്റെ പ്രോബ്ലം? വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായാ? ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കണ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഒരു മൂഡില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തില് താൽക്കാലിക ജീവനക്കാർക്ക് രണ്ടാമതും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അത് അവർക്ക് കൊടുക്കണ്ടേ? പിന്നെ അപ്പൊ എന്താ നമുക്കൊന്നും തരണ്ടേ? സാറേ, നമ്മൾ സ്ഥിരം ഉദ്യോഗസ്ഥരല്ലേ, നമുക്ക് എല്ലാ ആനുകൂല്യവും കിട്ടണുണ്ടല്ലോ. പിന്നെ അവർക്ക് വല്ല കാലത്ത് എന്തെങ്കിലും കൊടുക്കണതിന് എന്തിനാ മാറ്റം പറയണം? അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ തരാം. നമ്മൾ ഈ കോവിഡ് കാലത്ത് അവരെ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ അവർക്കൊക്കെ താൽക്കാലികമല്ലേ. സാർ ഇത് എഴുതാൻ നോക്ക്, ഉള്ള പണി ചെയ്യും. ഞാൻ വായിച്ചു തരാം. 3-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി നിശ്ചയിച്ച 3-ാം ടവർ ലൈൻ 3-ാം വാർഡ് ക്വാറന്റൈനിലാക്കിയത് 7 പേര്. അതിൽ 2 എണ്ണം സാറേ നേരത്തെ എനിക്കത് എഴുതാനുള്ള ഒരു മൂഡില്ല. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സാറ് അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ, ഞാൻ എഴുതി തരാം. പിന്നെ കൂടുതൽ സൗകര്യം. ആനുകൂല്യം കിട്ടണ കാര്യം മാത്രം പറയാനുള്ളൂ, അവനെ പണിയെടുക്കൂല. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ശരി സാറേ, ഇല്ല ഞാൻ ഒന്നുകൂടെ പ്രത്യേകം പറഞ്ഞോളാം. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ കോവിഡ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് ബാക്കി ആവശ്യങ്ങളായിട്ട് വരുന്നവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രത്യേകം കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞേക്കാം. സാറേ, സാർ ഇവിടെ എന്തിനാ വന്നേ? വെറുതെ ഇരുന്ന് പറയാതെ കണ്ണടഞ്ഞു. വെറുതെ ഇരിക്കണ എന്തിനാ? ഇവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ. അതെ, കോവിഡ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് ബാക്കി ആവശ്യങ്ങളായിട്ട് ഇവിടെ വരൂലേ, അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രത്യേകം കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ അങ്ങനെ ഓർഡർ ചെയ്താൽ മതിയല്ലോ. അല്ല, കളക്ടർ പറഞ്ഞെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ചെയ്യണം. സാറ് ഇരുന്ന് ഉറങ്ങിയാൽ നടക്കില്ല. ഇല്ല. പിന്നെ 2 ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന ആൾക്കാരില്ലേ, അത് ഞങ്ങളുടെ സെക്ഷൻ അല്ല, അതൊക്കെ സത്യശീല സാറല്ലേ നോക്കണേ, അവിടെ പറഞ്ഞാൽ മതി. വന്നിട്ടുമില്ല. സാർ ഇത്തിരി വൈകി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഒരാള് വൈകിയേ വരുള്ളൂ, ഒരാള് നേരത്തെ വന്നാ പിന്നെ ഉറങ്ങും. ഇവിടെ കാര്യങ്ങളൊന്നും നടക്കണ്ടല്ലോ. പിന്നെ ആ കളക്ടറേറ്റിൽ കൊടുക്കാനുള്ളത് എഴുതിയാ? സാറ് എഴുതിയോ ഇല്ലയോ? ആരെഴുതണു? ഞാൻ എഴുതണ്ട മേഡം, അത് 5 മണിക്ക് സാറിനെ ഏൽപ്പിച്ച കാര്യല്ലേ? അതെ, അല്ല അത് എഴുതി തന്നാ പിന്നെ ഞാനത് ക്ലിയർ ചെയ്യും, അതാണ്. അത്ര നേരം ഉറങ്ങാലോ. സാറ് ഈ സമയത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്ക്. ഇവിടെ വെറുതെ ഇരുന്ന ഒരു കാര്യങ്ങളും നടക്കൂല. ജോലിയല്ലേ ചെയ്തോണ്ടിരിക്കും. എന്തിനാ സാറേ വെറുതെ മക്കളാൻ പ്രായമുള്ളവരുടെ വായിലിരിക്കണ കേൾക്കണം? എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ? ചെയ്യല്ലല്ലോ. എങ്ങനെ ചെയ്യാൻ മനസ്സ് വരിക? നമ്മൾ എന്ത് ചെയ്താലും ആര് കാണണം, ആരഭിപ്രായം പറയണം? എന്നാൽ ഈ ആരോഗ്യ പ്രവർത്തകർ പോലീസുകാരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ടി വിക്കാരും ചാനലുകാരും ഇങ്ങനെ കൊട്ടിഘോഷിക്കും. നമ്മൾ ഈ സമയത്ത് ബുദ്ധിമുട്ടുന്നത് ആരറിയുന്നത്? എന്ത് വിലയുണ്ട്? നമ്മൾ ചെയ്യണത് ആരും അറിയണില്ല. ടി വിക്കാരിങ്ങാട് വന്നിട്ട് വേണം സാറിന്ന് ഉറങ്ങണ പിടിച്ചിട്ട് ആളുകൾ ജനങ്ങൾ മുഴുവൻ കാണാൻ. സാറൊരു പണി നോക്കി ഇതിലോട്ട് അങ്ങോട്ട് എഴുത്. എന്തെങ്കിലും ഒരു പണി ചെയ്യും. ഒരു റെസ്റ്റ് ഇല്ല, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം. നോക്കി എഴുതി വെച്ചാൽ ഞാൻ എഴുതിക്കോളാം. ഇത്തവണ എന്തായാലും മേടിച്ചിട്ട് പോകുന്നത്. അവിടെ വന്നിട്ട് കറ കുറാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. സാറേ 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 ഞാൻ ശീതളൻ ഉണ്ണി. സാറേ, ഇതെന്റെ അനുജൻ ഉണ്ണി. നമസ്കാരം, ഞാൻ സുഗതൻ. സാറേ സാറേ എന്താ? അല്ല, ഞങ്ങള് വന്ന കാര്യം പറഞ്ഞില്ല. എന്താ
അതായത് പറഞ്ഞോ? ഞങ്ങളുടെ അച്ഛനൊരു അബദ്ധം പറ്റി. അതൊക്കെ എന്തിനു ഇവിടെ വന്ന് പറയണത്? അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യല്ലേ? അതല്ല, അതായത് അച്ഛനെ അവസാന കാലമായപ്പോഴത്തും തീരെ സുഖമില്ലാതായി ആയി. അപ്പോൾ ആ ഒരു ആവശ്യത്തിനായിട്ട് കുറെ കാശൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പലിശക്കൊക്കെ എടുക്കേണ്ട വന്നു. അങ്ങനെ വലിയൊരു ബാധ്യതയും കടത്തിലൊക്കെയാണ് ഇപ്പൊ. എന്താ ഈ പറയണത്? അച്ഛന് ചികിത്സയ്ക്ക് വന്ന് കാശ് തരാനുള്ള സ്ഥലമല്ല ഇത്, വില്ലേജ് ഓഫീസാണ്. പറഞ്ഞാൽ മനസ്സിലാവും. അത് അങ്ങനത്തെ അതിനൊന്നുമല്ല. ഇതിന്റെ ആവശ്യം എന്താ മനസ്സിലാവും? ഞങ്ങൾക്ക് ആ കാശ് എടുക്കാം. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ നല്ലോണം കാശ് ഉണ്ടാക്കിന്ന്. ആ കാശൊക്കെ ഇപ്പോ ബാങ്കിൽ ഇട്ട് അപ്പൊ ആ ബാങ്കിൽ നിന്ന് കാശ് എടുക്കാൻ കിട്ടുന്നില്ല. നിങ്ങളുടെ അച്ഛന്റെ മുതലല്ലേ, അത് ബാങ്കിൽ നിങ്ങൾക്ക് എടുത്തു. അതിന് ഇവിടെ വന്ന് ചോദിക്കണേ? എന്റെ സാറേ, ബാങ്കിൽ പൈസ ഉണ്ട്, നമുക്കത് കിട്ടൂല. കിട്ടണമെങ്കിൽ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എന്നാലേ പൈസ കിട്ടൂല. തിരിഞ്ഞില്ല. ഞങ്ങള് മക്കളാണല്ലോ, അച്ഛന്റെ മക്കളല്ലേ. അതേലോ. അപ്പോ ആ അച്ഛൻ ഞങ്ങളുടെ അച്ഛനാണ് എന്നുള്ളതിന്റെ ആ ബന്ധം ഞങ്ങൾ തെളിയിക്കണം. സാറേ, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് റിലേഷൻ മനസ്സിലായി. അതാണ് ആ സാധനം. എന്താ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ വളഞ്ഞു പിരിഞ്ഞ് ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് വേണം അങ്ങോട്ട് പറഞ്ഞാ പോരെ? അല്ല, അത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മുമ്പ് ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ ഇരിക്കണില്ലേ ഒരു സാറ് ഇവിടെ താടി വെച്ചേ. സത്യശീലം. അതന്നെ. അപ്പൊ ഓര് പറഞ്ഞപ്പോ അത് ഇവിടുന്ന് 2 ആള് സാക്ഷി വേണം രണ്ട് സാക്ഷി പറഞ്ഞില്ലേ? അവരും ആ സാക്ഷി വരും. സാക്ഷി അവര് വന്നോണ്ടിരിക്കാണ്. ആരെ പറഞ്ഞത്? മൊയ്തും മന്മഥനും മുട്ട കച്ചവടം മീൻ കച്ചവടം കഴിഞ്ഞാലും വരാൻ പറ്റും. എന്തിന് മുട്ട കച്ചവടം മീൻ കച്ചവടം? അത് ഇവർക്കറിയേണ്ട കാര്യം. അവരെ കച്ചവടം കഴിയാണ്ട് ഇവിടെ ഒപ്പിടാൻ പറ്റും. കച്ചവടം കഴിയാത്ത ആൾക്കാർ എന്തിനാ ഇവിടെ അന്നോട് ആരെ പറഞ്ഞു? മീൻ ചീഞ്ഞു പോയാ പോയില്ലേ? അതെ, പൊട്ടൻ തന്നെ കേട്ടോ. സാക്ഷികൾ 2 ആള് വരുമെങ്കിൽ അവര് വെറുതെ വന്നപ്പോ അവരുടെ ആധാർ കാർഡും കൂടി വേണം. ആധാർ കാർഡ് സകല കച്ചറ സാധനം എടുത്തിട്ട് വരും. അതിനൊരു കുറവ്. അപ്പൊ സാറ് വരട്ടെ, നിങ്ങൾ പുറത്തോട്ടൊന്ന് നിൽക്കുക. സാറ് വരട്ടെ, ചെയ്ത് തരും. പോയിട്ട് അത്യാവശ്യമുണ്ട് സാറേ. എന്താ അത്യാവശ്യം? സാറേ, ഈ മാസ്ക് എന്റെ സുഹൃത്തിന്റെ ആണ്, അത് കൊണ്ട് കൊടുത്തിട്ട് വേണം ഓന് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞിട്ടൊരു 100 പ്രാവശ്യമായിട്ട് പോരാ സാറേ, ഒരു 10 റുപ്യന്റെ. അപ്പൊ അവന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിലയുള്ളത് വേണം പറഞ്ഞിട്ട് ഓന്റെ ഇന്ന് പോയി മേടിച്ചുകൊണ്ട് നിൽക്കാം. അപ്പൊ ആലോചിച്ചോക്ക്, എന്ത് പൊട്ടനായിരിക്കും. ഇപ്പൊ ഓന്റെ കാര്യം നടക്കില്ല, ഇവന്റെ കാര്യം നടക്കും അല്ലേ? ഇപ്പൊ അവരവരുടെ ഒരു ആളുടെ കുടുംബത്തിലുള്ള വെച്ചാൽ കുഴപ്പമില്ല, ചെന്നിട്ട് കൊടുത്താൽ മതി. എങ്ങനെയെങ്കിലും റെഡി ആയി കൊടുക്കും സാറേ. അല്ലാണ്ട് വേറെ ആരും ഇവിടെ നേരത്തെ ആൾക്കാരും കൊണ്ടുവന്നിട്ട് ഈ രോഗത്തിന്റെ അവസ്ഥ അറിയില്ല. അതാ എന്റെ സീരിയസ് മനസ്സിലാവാണ്ട് ഇപ്പോഴും തോന്നിയാസം കളിച്ച് നടക്കുന്നുണ്ട് പലരും. വെച്ചേക്ക എവിടെ നിന്നൊക്കെയാണ് ഇവന്മാര് വന്നേന്നൊരു നിശ്ചയമില്ലല്ലോ. കഷ്ടം. എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും കാര്യമില്ല, ചിലവർ നേരാവില്ല. എന്താ കഥകളിയാണോ? കയ്യിലൊരു പെരുപ്പ്. ഞാൻ ഈ ഓഫീസിൽ വന്നപ്പോ തൊട്ട് സാറിന് ഈ പെരുപ്പുണ്ടല്ലോ. സസ്പെൻഷൻ കിട്ടി വീട്ടിൽ ഇരിക്കുമ്പോ ചിലപ്പോ മാറുമായിരിക്കും. വേണോ? വേണ്ട. എന്നാ ഇത് വേഗം റെഡി ആക്കണം, കളക്ടറേറ്റ് കൊടുക്കാനുള്ള. ഇപ്പൊ റെഡി ആക്കാം. വേഗം ആയിക്കോട്ടെ. ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടണം. അത് ഞാൻ പറഞ്ഞിട്ട് ഒപ്പിട്ടാ മതി. അല്ല ഇടാ. ഇന്ന് ഹാഫ് ഡേ ലീവാണ്. ആദ്യം അത് ശരിയാക്ക്. ഇതേ ഈ കസേരയിലൊക്കെ ആണുങ്ങൾ വന്നിരിക്കണം, അല്ലാതെ ഓരോ എഴുതി കൊടുക്കേണ്ട കേസുകൾ വെറുതെ ആളായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ? ഇതാ ക്വാറന്റൈനിൽ കിടക്കണവരുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറയും നമ്മുടെ വാർഡില്ല. ഇതൊരു പ്രാവശ്യം കൊടുത്തതല്ലേ? അത് കൊടുത്തിട്ട് കാര്യമില്ല, ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് കംപ്ലീറ്റ് സംസാരിച്ചില്ല, അത് വേറെ റെഡി. ഉറങ്ങാനാണേ. പൈസ കിട്ടണ പണിയെടുത്തിട്ട് മാസം 6 അത്ര നേരം കാത്തു സാറേ. ഞങ്ങളെ തിരിഞ്ഞിക്കാ.
ഞങ്ങൾ അന്ന് വന്നില്ലായിരുന്നാ? ഞങ്ങൾ വന്നില്ലേ സർട്ടിഫിക്കറ്റിന്? സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ഇത് എന്ത് സർട്ടിഫിക്കറ്റിന്? നമ്മുടെ ബന്ധം കാണിക്കണത്, ബന്ധം കാണിക്കുക. അവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലേ? ആരാ മരിച്ചത്? മരിച്ചത് അച്ഛൻ. അച്ഛൻ. അപ്പോ നിങ്ങള്? ഞാൻ മകനാണ്. ഞാൻ മകനാണല്ലോ. ഇത് അനുജൻ, എന്റെ അനുജനാണ്. രണ്ടും മകനാണ്. അത് ശരി. അപ്പൊ ഇവരാക്കാരാ? ഇത് സാക്ഷികളാണ്. മുട്ടമോനാണ്. ഞാൻ മന്മഥൻ, മുട്ട മന്മഥൻ. ഓ, ഞാൻ മൊയ്തോണ് മീൻ കച്ചവടം. ആയിക്കോട്ടെ. അല്ല ഒന്നും ഇവിടെ പറയണ്ട. പിന്നെ ഈ മരിച്ച ആളെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പിന്നെ അറിയാമോ? ശീതളന്റെ വീട്ടിന്റെ വടക്കേ പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ശീതളന്റെ അച്ഛൻ അവിടെ ഇരുന്നോണ്ടൊരു ഏമ്പക്കം വിട്ടാ നേരെ എന്റെ വീട്ടിൽ കിട്ടും. മരിച്ച ആളെങ്ങനെയാണ് ഏമ്പക്കം വിടുന്നത്? അല്ല സാറേ, മരിക്കണതിന്റെ തലേ ദിവസവും അന്നും രണ്ടെണ്ണം വിട്ടിട്ടാ പോയത്. കഥ പറയാൻ വന്നു. ഞാൻ കേക്കോർത്താണേ. കേക്കോർത്ത് ഞങ്ങളെ വീടിന്റെ ജനല കണ്ട് തുറന്നിട്ടാ ശീതളേട്ടന്റെ അച്ഛൻ കുളിക്കണേ കാണാം. ഞാനും ഭാര്യ ഒന്നും കാണുമായിരുന്നു. കുളിമുറിയിൽ അച്ഛൻ മാത്രമല്ലേ കുളിക്കാറുള്ളൂ. അല്ല, അത്രയും അടുത്താന്ന് പറയണ സാറേ. വന്ന കാര്യം വേഗം ശരിയാക്കി പോവാൻ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.